ത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാല ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. കണ്ണേ കരളെ VSA, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഇത് പണ്ടത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു അല്ലേ? VS വേണ്ടി വിളിച്ചിട്ടുള്ളത്. അതേ സ്ഥാനത്ത് കണ്ണേ കരളെ VDSA എന്ന് വിളിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ VD സതീശൻ. അതെ, നമ്മളെല്ലാവരും വാർത്ത കണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ VD സതീശൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ ICC കമ്മിറ്റി അവർ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുപാട് ആളുകൾ ഇപ്പോൾ KCനെ പോലത്തെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലനെ പോലത്തെ ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും KC വേണുഗോപാലിനെ ഒരു വർഷത്തിൻ്റെ ഇടയിൽ AICCയുടെ അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട്, അതായത് ഖാർഗെ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തോട്ട് വരും എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെ ചില ഡിസ്കഷൻസ് നടന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് കിട്ടി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആളുടെ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രകടമാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേതായാലും വരട്ടെ. ഇനിയിപ്പം ഇത്രയും സീനിയർ ആയിട്ടുള്ള ഞാൻ, എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പം അതിൻ്റെ താഴെയുള്ള ഒരു വകുപ്പിൽ രമേശ് ചെന്നിത്തല അത് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആഭ്യന്തരം പോലത്തെ അല്ലെങ്കിൽ ധനകാര്യം പോലത്തെ ഏതെങ്കിലും ഒരു വകുപ്പ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷേ എന്തായിരുന്നോ ജനങ്ങൾ മനസ്സുകൊണ്ട് വിധി എഴുതിയത്, അല്ലെങ്കിൽ ജനങ്ങൾ എന്തായിരുന്നു തീരുമാനിച്ചത്, അത് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ AICC വക്താക്കൾക്കും പറ്റി കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. ഒരു കണക്കിൽ നേരെ തിരിച്ച് KC ആയിരുന്നെങ്കിൽ ഇപ്പം ഇതൊന്നുമല്ല. അപ്പം നിങ്ങൾ ഏതൊരു വാർത്താ മാധ്യമങ്ങൾ നിങ്ങളെടുത്തോ, ഇപ്പോഴത്തെ ഏത് ചാനലുകളെടുത്തോ, അതിലുള്ളൊരു ആവേശവും കാര്യങ്ങളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അത് തിരിഞ്ഞ് KC ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല നമ്മൾ കാണുക. പല സ്ഥലത്ത് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു. കാരണം ജനങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് VD സതീശൻ തന്നെ ആയിരുന്നു. നിങ്ങൾ ഏതൊരു വോട്ട് പോളിംഗ് എടുത്തോ, എന്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൽ 85 to 95% വരെ വന്ന ആൾ VD സതീശൻ തന്നെ ആയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ എപ്പോഴാണ് സത്യപ്രതിജ്ഞ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അതിലേറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത്, ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള മറ്റുള്ള ആളുകളെയും കൂടെ ഇങ്ങോട്ട് വിളിക്കും. മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിലുള്ള മുഖ്യമന്ത്രിമാരും കൂടെ പങ്കെടുക്കുന്ന രീതിയിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ തമിഴ്നാട് CM ആയിട്ടുള്ള വിജയനെ, അതായത് ജോസഫ് വിജയനെ വരെ ഇൻവൈറ്റ് ചെയ്ത് വിജയനെ വരെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം നമ്മുടെ കോൺഗ്രസ് കമ്മിറ്റി. അതുപോലെ തന്നെ VD സതീശൻ ഈ ഒരു മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് അത് ലീഗിൻ്റെ തീരുമാനം കൊണ്ടാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നാട്ടിലെ സകല കാട്ടം സംഘികളും ഇപ്പോൾ ആകെ ടെൻഷനിലാണ്. ഇനി ലീഗ് പറയുന്ന ഭരണമായിരിക്കും കേരളത്തിൽ, അതല്ലെങ്കിൽ ലീഗായിരിക്കും ഇനി സതീശനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഇനി അതല്ലെങ്കിൽ സതീശൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ലീഗിനോടായിരിക്കും എന്നുള്ള പലതരത്തിലുള്ള പേടികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷചിന്തകളും ഈ നാട്ടിലെ ബാക്കിയുള്ള ആൾക്കാരെടുത്ത് മാക്സിമം പരത്താൻ വേണ്ടിയിട്ട് കഴിവ് കെട്ട കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഘപരിവാണങ്ങൾ നമ്മുടെ നാട്ടിൽ. ഈ കഴിഞ്ഞ, അതായത് ഈ ദിവസം എത്ര പ്രശ്നങ്ങൾ, ഈ ദിവസം എത്ര ദിവസങ്ങളായോ, ഈ ദിവസങ്ങളിലെല്ലാം അവന്മാർ തിരിഞ്ഞും ഇരിഞ്ഞും വേറെ ഒരു വാർത്തകളും ചർച്ചകളും ചെയ്തിട്ടില്ലെങ്കിലും ലീഗിന് എത്ര മന്ത്രിമാർ വരും, ലീഗ് ഉപമുഖ്യമന്ത്രിയാവുമോ, അതല്ലെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ലീഗ് പെടുന്ന കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള അല്ലെങ്കിൽ വാർത്തകൾ അഴിച്ചുവിട്ട എല്ലാത്തിൻ്റെയും മുഖത്തടിച്ചുകൊണ്ട് അതെ ലീഗ് തന്നെ, അല്ലെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി, ഇനി ലീഗ് തീരുമാനിക്കും, അതങ്ങനെ തന്നെ വരും. നീ കണ്ടോ, ലീഗ് തന്നെ തീരുമാനം, നീയൊക്കെ എന്ത് ചെയ്യും, നീ ഇവിടുന്ന് കിടുകാമണി വരച്ചുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഒരു UDF ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇങ്ങനെ ഈ മുള പൊട്ടി വന്നിട്ടുള്ള ഈ സംഘപരിവാണങ്ങൾക്ക് അറിയില്ല 2016 മുമ്പ് ലീഗ് എത്ര വട്ടം കോൺഗ്രസിൻ്റെ എന്താ പറയുക UDFൻ്റെ ഒരു മന്ത്രിസഭയിൽ എത്ര ലീഗിൻ്റെ മന്ത്രിമാർ വന്നിട്ടുണ്ട് എന്നുള്ളതും, അതല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പോലും ഒരു ലീഗിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും, പലവട്ടം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ വ്യവസായം
ലീഗ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വ്യവസായം കൈകാര്യം ചെയ്ത സമയത്ത് കേരളത്തിന് വന്നിട്ടുള്ള ഏറ്റവും നല്ല ഗുണങ്ങളും അല്ലെങ്കിൽ പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസും ഒന്നും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം പാരമ്പര്യം പറയാനുള്ള, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് തറവാടോ പാരമ്പര്യമോ അങ്ങ് സ്വാതന്ത്ര്യ സമരം മുതൽ പറയാനില്ലാത്ത പറയുവാണങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അവന്മാരെ വിചാരം ലീഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തോ മുളച്ചു വന്ന ഒരു സാധനമാണ്, ഇപ്പം പെട്ടെന്ന് മുസ്ലിം എന്നുള്ള പേര് അതിലുണ്ട്, അവർക്ക് നമ്മളെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കുക എന്നുള്ള ചിന്തകളിലെ പറയുവാണങ്ങളോട് ഒരൊറ്റ കാര്യം, 2016 മുമ്പ്, അതായത് എന്നാണോ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറിയത് അതിൻ്റെ മുമ്പുള്ള 5 ടേം മാറി വന്ന സമയങ്ങളിൽ ലീഗ് എത്ര പ്രാവശ്യം മന്ത്രിമാരായിട്ടുണ്ട് എന്നുള്ളതും അത് ഏത് രീതിയിൽ ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അന്നു മുതൽ ഇന്ന് വരെ ഒരിത്തിരി പോലും കോട്ടം സംഭവിക്കാണ്ട് എന്നും വോട്ട് ശതമാനം ഉയർത്തുക മാത്രം ചെയ്തിട്ടുള്ള, എന്നും MLA-മാരുടെ എണ്ണം കൂട്ടുക മാത്രം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ലീഗിൻ്റെ MLA-മാർ ഇവിടെ വന്നിട്ടൊരു വിദ്വേഷ പരാമർശം നടത്താതിരുന്നിട്ടുള്ള, അതല്ലെങ്കിൽ ലീഗ് ഒരിക്കലും ആളുകളെ തമ്മിൽ അടുപ്പിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു റെക്കോർഡും അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യമുള്ള ആളുകളാണ് ലീഗ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ മുസ്ലിം എന്നുള്ള പേരുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം മൊത്തം അങ്ങ് തീവ്രവാദികളാക്കാനുള്ള ഈ വിഷ കലകളെ പോലത്തെ നായിൻ്റെ മക്കൾ, അങ്ങനെ തന്നെ പറയാലോ, അതെ നായിൻ്റെ മക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല എന്നുള്ളതിനുള്ള പൂർണ്ണ തെളിവാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പ് കണ്ടതും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നതും. ഇതേ സമയത്ത് തന്നെ ലീഗിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ മാക്സിമം വിഷൻ ചിന്തിയിട്ടുള്ള ഈ നടേശനെ പോലത്തെ തേർഡ് റേറ്റ് ചെറ്റകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ ചെന്നിക്കിളവന്മാരും കൂടെ അറിഞ്ഞാണ്. അവനൊക്കെ ഇത്രയും കാലം അല്ലെങ്കിൽ ലീഗ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് SNDPക്ക് മാക്സിമം കോളേജുകളും സ്കൂളുകളും എല്ലാം പകർത്തി കൊടുത്തത് ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്ന സമയത്താണ് എന്നുള്ളത് ആ കള്ള് കച്ചവടക്കാരൻ അല്ലെങ്കിൽ കള്ള് കൊടുപ്പിച്ച് നാടിനെ നശിപ്പിച്ച് ആ വൃത്തികെട്ടവൻ അറിഞ്ഞിട്ടും അവൻ അറിയാണ്ടിരിക്കുന്നത് അവൻ്റെ മനസ്സിലുള്ള വർഗീയ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. നമ്മളത് തെളിവ് കാണിച്ചുകൊണ്ട് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് വെള്ളാപ്പള്ളിക്ക് സ്കൂളുകളും കോളേജുകളും കിട്ടിയത് അതായത് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ്, ലീഗ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അതിൻ്റെ ഓരോ കോളേജുകളുടെ കണക്കടക്കം നമ്മൾ അന്ന് നിരത്തിയൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വിഷജന്തുക്കളുടെ മുഖത്തടിച്ച പോലെ തന്നെ ആയിരിക്കണം ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭരണം എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി അത് മാത്രമല്ല, സതീശൻ പറഞ്ഞ പോലെ സതീശൻ ഒന്നും മറക്കാറില്ല, പകരം കൊടുത്തിട്ടേ ഉള്ളൂ അല്ലെ കൊടുക്കാറേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം എന്നും പറഞ്ഞിട്ടും അല്ലാത്തതിനും എടുത്തതിനും പിടിച്ചതിനും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകരെയും അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകരെയും അടിച്ചൊതുക്കിയിട്ടുള്ള പിണറായിയുടെ പഴയ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോന്നിനെ പിടിച്ച് കിട്ടാൻ പോകുന്ന അടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൻ മതി. പലതിനും ഓൾറെഡി ഇപ്പം തന്നെ സസ്പെൻഷനായിട്ടും അല്ലെങ്കിൽ കേസുകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട് അവർക്കെതിരെ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ഗുണ്ടാ പ്രവർത്തിക്കുള്ള എല്ലാ ആക്ഷൻസും ഓൾറെഡി ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലോട്ട് വീട് വന്നും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബുദ്ധിമുട്ടിച്ച സകല എണ്ണത്തിൻ്റെ കഷ്ടപ്പാട് തുടങ്ങാൻ പോവുകയാണ്. ഇനി നിങ്ങൾ കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ SFI അല്ലെങ്കിൽ DYFI എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവന്മാർ തല്ല് വാങ്ങാനായിട്ട് വരും. വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരായിരുന്നെങ്കിൽ ചിലപ്പം ഒരു മയം ഉണ്ടാവുമായിരുന്നു. ഏതായാലും വീഡിയാണ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഒരു മയവും കാണില്ല, എല്ലാത്തിൻ്റെയും ചന്തി പൊളിയുന്നവരെ അടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പണ്ടത്തെ കോൺഗ്രസ് അല്ല. പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് വളരെ ഇങ്ങനെയൊക്കെ ശാന്തരായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഭരണം കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ പറഞ്ഞ പരിപാടികളൊന്നും ചെയ്യാറില്ല. അവർ നോർമലി ഭരിച്ചങ്ങ് പോകാറുള്ളൂ. പക്ഷെ അതല്ല പിണറായി ചെയ്യിച്ച പോലെ, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്തും അവൻ ആവശ്യമായിട്ടും ഈ രാത്രി കൊണ്ട് അടിക്കാൻ വന്നവന്മാർക്കും ഹെൽമെറ്റ് കൊണ്ട് അടിക്കാൻ വന്നവന്മാരും ഒക്കെ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് VDയുടെ ഒരു പക്ഷമായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു VDക്ക് കൂട്ടത്തിലെ MLA-മാർ പോലും VD വേണോ എന്നുള്ള ചിന്തയിലോട്ട് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരു അനുനയത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്ലെക്സിബിലിറ്റി VDയുടെ കാര്യത്തിൽ കുറവായിരിക്കും. VD പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ ചെയ്യിക്കേണ്ടി വരും. അവിടെ വേറെ പാർട്ടിയോ നാട്ടുകാരനോ അല്ലെങ്കിൽ MLA ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിലെ സത്യം. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് VDS ആണെങ്കിൽ VDS യുഗമാണ്, VS അല്ല VDS യുഗമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നത്. അതായത് ചത്ത് കിടന്ന നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു 10 വർഷത്തെ ഇരുണ്ട കാലഘട്ടമൊക്കെ ഒന്ന് മാറി, അതിൽ നിന്നൊക്കെ മാറി സ്വേച്ഛാധിപതി എൻ്റെ തല, എൻ്റെ ഉടല്, എൻ്റെ വാല്, എൻ്റെ കാലി, എൻ്റെ പല്ല്, എൻ്റെ കണ്ണ്, എൻ്റെ പോസ്റ്റർ എന്നുള്ള സ്റ്റൈലൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു സ്റ്റൈലും അല്ലെങ്കിൽ മൈക്കിനെ കണ്ടില്ല, മൈക്ക് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മൈക്ക് എഞ്ചിനീയർക്ക് തെറി പറയുന്നത്, അതല്ലെങ്കിൽ പത്രക്കാർ കൂടി നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ 1-2 വാക്കൊന്ന് പുകഴ്ത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പോയ ആളുടെ മണ്ടക്കടിക്കുന്ന ആ ഒരു പിണറായിസം ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി ഇനി VDSൻ്റെ യുഗം അല്ലെങ്കിൽ US അല്ലെങ്കിൽ എന്താ പറയുക ടീം UDFൻ്റെ ഒരു പുതിയ ഭരണവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ലതാവട്ടെ, നല്ലത് വരട്ടെ. സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിജയിനെ പോലത്തെ ആളുകൾ വരട്ടെ, കൂടുതൽ ആവേശമാവട്ടെ. കേരള രാഷ്ട്രീയബോധം കൂടുതൽ ആളുകളുടെ അടുത്തോട്ട് എത്തട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോഴത്തെ ജെൻസി അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളൊന്നും രാഷ്ട്രീയബോധം ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ല, രാഷ്ട്രീയബോധം എല്ലാവർക്കും വേണം. നമ്മുടെ രാജ്യം ഏത് അവസ്ഥയിലാണ്, ഏത് രീതിയിലാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് വേണമെങ്കിൽ രാഷ്ട്രീയബോധമാണ് ആദ്യം വേണ്ടത്. പിന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാവർക്കും വേണം.
അതിലെ നല്ലതും ചീത്തതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ നല്ലൊരു കേരളത്തിൻ്റെ ഇനി വരുന്ന അങ്ങോട്ടുള്ള ഭാവി നല്ലൊരു ഇതിലോട്ട് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രത്യാശിക്കാം.